കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പയ്യന്നൂരിലെ LDF സ്ഥാനാർത്ഥി TK മധുസൂദനൻ. ചുവരെഴുത്ത് മായ്ച്ചു എന്ന ആരോപണമൊന്നും LDFുമായി ബന്ധപ്പെട്ടതല്ല. രാഷ്ട്രീയം പറയാതെ വെറുതെ വാചകമടിക്കുകയാണ് കുഞ്ഞികൃഷ്ണനെന്നും മധുസൂദനൻ ന്യൂസ് 18നോട് പറഞ്ഞു. പരിചയമുള്ള മുഖങ്ങളാണല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇടക്കിടക്ക് ഞങ്ങളോട് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്ന മുതിർന്നവരും സഹോദര തുല്യമായ പരിഗണന നൽകുന്ന എല്ലാവരും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഈ നാട്. ഇത് നമ്മുടെ മണ്ഡലത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ളൊരു പ്രദേശം. വലിയ മണ്ഡലവും കൂടിയാണ്. വലിയ മണ്ഡലമാണ്. അറബിക്കടൽ മുതൽ പശ്ചിമഘട്ടം വരെ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ നിലയിലുള്ളൊരു മണ്ഡലമാണ്. ഇവിടുത്തെ കുറേ കൂടി കയറിയാൽ സ്നേഹഭവൻ എന്ന് പറയുന്ന അന്തേവാസികളായിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്നവർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. കന്യാസ്ത്രീകൾ നടത്തുന്നിടത്താണ്. ഞങ്ങളൊക്കെ ഇടക്ക് ഒരു തീർത്ഥാടനം പോലെ എന്ന് പറയില്ല, അതുപോലെ സന്ദർശിക്കുന്നൊരു സ്ഥലമാണ്. അവരെപ്പോഴും ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ശ്രമിക്കുന്ന അനുഭവങ്ങളുടെ സ്ഥലം കൂടിയാണ്. ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എതിരാളി എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ പ്രത്യേകതയാണ്. ഉന്നയിച്ച ആരോപണങ്ങൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രതിഫലനം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ടോ? ഒരു പ്രതിഫലനമില്ല. ജനങ്ങൾക്ക് ഞങ്ങൾ ഇത് ആകാശത്തും പൊട്ടി വീണെന്നല്ലല്ലോ. ഈ കാലം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരല്ല. ആരോപണങ്ങൾ ആർക്കും ഉന്നയിച്ചുകൂടാത്തത്. ഞങ്ങളുടെ മാന്യതയും അന്തസ്സും ഉള്ളത് കൊണ്ട് ഞങ്ങളാർക്കെതിരായിട്ടൊന്നും പറയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറില്ല. ഞങ്ങളുടെ നിലപാട് സമീപനങ്ങളും പറയും. ജനങ്ങളല്ലേ ഏറ്റവും വലിയ ഞങ്ങളുടെയൊക്കെ നയിക്കുന്നവർ. അവരുടെ മുന്നിൽ ഞങ്ങൾ ശരിയും സത്യവുമാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ആ ആവേശം ജനങ്ങളിൽ കാണാനുണ്ട്. അവരത്രയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചിട്ടാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നത്. ഇതിനൊന്നും സ്ഥാനാർത്ഥി മറുപടി പറയുന്നില്ല എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഞങ്ങളോട് നേരത്തെ ഉന്നയിച്ചത്. അയാൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഇതല്ലല്ലോ പണി. ഞങ്ങൾ ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ ജനങ്ങളോട് ഏത് കാര്യത്തിനും ഉത്തരം പറയേണ്ടവരാണ്. ഞങ്ങൾ ആ ഉത്തരം ഭംഗിയായിട്ട് പറയും. ജനങ്ങളത് അവർക്കതിൻ്റെ സത്യങ്ങളറിയാം. അവരത് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമല്ല. നേരിട്ട് രാഷ്ട്രീയം പറയാൻ ധൈര്യമുണ്ടോ? ഏത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമുണ്ട്. അത് നാടിൻ്റെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനത്തിൻ്റെ കാര്യങ്ങളാണ്. എന്ത് രാഷ്ട്രീയം പറയാനുള്ളത്? ഏത് അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ് പറയുന്നത്? ചീമേനി രക്തസാക്ഷി ദിനം 5 പേരെ ചുട്ടുകരിച്ച് കൊന്നിട്ടുള്ള ആ ദിവസമാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോയത്. ഏത് ധാർമ്മികതയാണ് ഇവരൊക്കെ നയിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും ഈ ജനങ്ങളുടെ മുന്നിൽ ചിലവാകുന്നൊരു കാര്യമല്ല. ഞങ്ങളൊക്കെ തുറന്ന പുസ്തകമാണ്. ജനങ്ങൾക്ക് ഏത് ഘട്ടങ്ങളിലും ഞങ്ങളെ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് അതിൽ യാതൊരു ആശങ്കയുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് അവരാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാർ. അവരെ ആ നിലയിൽ തന്നെ സ്വീകരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ചുവരുകെട്ടുകൾ നശിപ്പിച്ചെന്നും പാർട്ടി ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ തന്നെ പോയിട്ട് അന്വേഷിച്ച് നോക്കുക എന്താ സംഭവം എന്ന്. ഞങ്ങളാരും അറിയില്ല. ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. ആരിപ്പോൾ ചുമരെഴുതിയാലോ ഓഫീസ് കെട്ടിയാലോ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതല്ലേ നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ ഈ വരുന്ന വഴി ഞങ്ങളുടെ പ്രചരണമില്ലാത്ത സ്ഥലമുണ്ടോ? ഞങ്ങളാരെങ്കിലും വന്നിട്ട് കെട്ടിയതാണോ? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ഇന്നലെ വരെ ചിലപ്പോൾ ഞങ്ങളോടൊപ്പം പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തവർ പോലും ആവേശത്തോട് വന്നിട്ട് അവർ ഈ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ അവരാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്തിനാ മറ്റുള്ളവരുടെ നശിപ്പിക്കേണ്ട കാര്യമുള്ളൂ? ഇന്നലെ ഇത് ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. പ്രചരണ ബോർഡ് നശിപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും മറ്റു ചെയ്തതുകൊണ്ടോ ഇവിടെ കിട്ടേണ്ട വോട്ട് ആർക്കെങ്കിലും കിട്ടാതിരിക്കുകയോ ആരെങ്കിലും ജയിക്കുകയോ തോക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്ഥിതി വരുമോ? ഞങ്ങൾ അത്തരം ഒരു വിലകറിഞ്ഞ് പഠിക്കുന്ന പോകുന്നവരല്ല. ഇതെല്ലാം എന്ന് പറയുന്നത് നാടകങ്ങൾ ഉണ്ടാക്കി നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലയാളും ചെയ്യുന്ന ഒരു വഴിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിന് ദീർഘ നമസ്കാരം എന്നല്ലാതെ ഇതിലൊന്നും ഒരു രീതിയിൽ ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കതിൽ ഒരു താല്പര്യമില്ല. ഭൂരിപക്ഷം എന്താ അതിൻ്റെ ഒരു പ്രതീക്ഷ? ജനങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. ജനങ്ങളുടെ ഇതിന് ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളിലെ ഭൂരിപക്ഷവും മുന്നേറ്റവും ഒക്കെ പ്രകടമാക്കുന്നത് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമാണ്. മികച്ച നിലയിലുള്ള മുന്നേറ്റം പയ്യന്നൂർ മണ്ഡലത്തിലുണ്ടാകും. തീർച്ചയായും പയ്യന്നൂരിൽ അങ്ങനെ രാഷ്ട്രീയ പോരാട്ടം തിളച്ച് മറിയുന്ന ഒരു മണ്ഡലം കൂടിയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി സുമേഷ് മൊറാരയ്ക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ പയ്യന്നൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.